അല്ല കൂലി കൂടിക്കുവാണെങ്കിൽ കുഴപ്പമില്ലോ. അല്ല ഹെൽപ്പ് ചെയ്താൽ ഇച്ചിരി ഫ്രണ്ട്ലി ആയിട്ട് ആണോ? ഒരാളെ കൊന്നപ്പോൾ സാറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആ ഭാഗത്ത് ട്രഞ്ച് ഒക്കെ നിർമ്മിച്ച് സുരക്ഷിതമാക്കുന്ന ഒരു സാർ വന്നിട്ട് അവിടെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. അടുത്തവർ മരണത്തെ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സൈഡിലുള്ള കാട് വേണമെന്ന് പറഞ്ഞ് സാറിന്റെ അടുത്തൊരു അപേക്ഷ തന്നിരുന്നു. അതിനും പരിഹാരമായിട്ടില്ല. 3 വീടിന് ചുറ്റും ആന വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഇനി കയറി ചെല്ലുമ്പോൾ ഞങ്ങളുടെ ജീവനെ അപകടത്തിൽ വിടാം. അപ്പൊ സാറിനൊന്നും ഉറപ്പ് അതുപോലും പാലിക്കാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട MLA ഉണ്ടായിരുന്നു അവിടെ 5 കോടിയിൽ ഒരു മരണം നടന്നതെന്ന്. അവിടെ ട്രഞ്ച് താഴ്ത്താനോ ആ വീടിന് സംരക്ഷണം കൊടുക്കാൻ ഈ സാറിന് തന്നെ വിറയൽ പനിയുണ്ടോ? അല്ല കഴുത്തിന് വല്ല സാറൊരു സാറമ്മ എനിക്ക് ഉറപ്പ് തന്നാണ്. ഇന്നൊരു മരണം ഉണ്ടാകുന്നത് സാർ ഉറപ്പ് തന്നാണ്. സാറാ ആ ഉറപ്പ് ഞാനായിരിക്കും. ആറ് മണിക്കൂർ കഴിഞ്ഞു. 6 മണിക്കൂർ ഇവിടെ സാറ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോഴാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് ഇന്നലെ തെളിഞ്ഞിരിക്കും അപകടത്തിൽപ്പെടുന്നത്. ഈ ഫെൻസിംഗിന് ഇവിടെ അഴിമതി നടന്നിട്ടുണ്ട്. ഈ സ്ട്രീറ്റ് ലൈറ്റിൽ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് ആദ്യം അന്വേഷിക്കണം. അന്ന് സാർ പറഞ്ഞ അവിടെ കണ്ടിട്ടില്ല. പറയട്ടെ പറയാൻ ചുമതലപ്പെടുത്തിയാണ് വിട്ടത്. ഒന്ന് പറയട്ടെ പ്ലീസ് പറയട്ടെ കേൾക്കാം. ഞങ്ങൾ ഇനിയും കേൾക്കാം. ആനെ കുറിച്ച് രസങ്ങളില്ലോ. ആന്റെ ജീവൻ പോയെന്നെ അവരുടെ കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഒത്തിരി ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ അവസ്ഥയാക്കിയത്. നിങ്ങൾ പറയാൻ വാക്ക് തരാത്ത എന്താണെന്നറിയാമോ? നിങ്ങളുടെ വാക്കിന് ഉറപ്പില്ല, നിങ്ങൾക്ക് ഉളിപ്പില്ല. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഒരു മിനിറ്റ് ഒന്ന് പറയാനുള്ള അവസരം കൊടുക്കാൻ നേരെ നിൽക്കണോ? നിങ്ങളൊന്ന് കേട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് കേട്ടെ. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വികാരത്തിനൊപ്പം തന്നെയാണ്. പ്ലീസ് ഒന്ന് പറയാൻ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഇത് ഉത്തരവാദിത്തപ്പെട്ടവരെ എല്ലാം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറോട് അയച്ചിരിക്കുന്നത്. അദ്ദേഹം പറയട്ടെ. പ്ലീസ് പറയാനുള്ളൊരു അവസരം കൊടുക്ക്. അതെ നമ്മളെ പോലെ ചോര നീരുള്ള മനുഷ്യൻ തന്നെയാണ്. അതെ പറയട്ടെ പ്ലീസ് ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ്. ഈ വളരെ പറയട്ടെ പ്ലീസ്. ശരി.